ഹായ് ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹൗസ് വാമിങ്ങിനാണ് കേട്ടോ. അത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലമ്പൂരാണ്, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് കേട്ടോ ഈ ഒരു ഹൗസ് വാമിങ് എന്ന് പറയുന്നത്. ഇത് കുഞ്ഞാണിയാക്കാൻ്റെ മുതലാളീൻ്റെ വീടിൻ്റെ ഹൗസ് വാമിങ് ആണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് വന്നതായിരുന്നു. ഇവിടെ ബൊഫേ ആയിരുന്നു കേട്ടോ. നമുക്ക് എന്ത് ഭക്ഷണമാണെങ്കിലും ഏതാണെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പങ്ങളും പൊറാട്ട ഐറ്റംസും അതുപോലെ പല സൈസ് റൈസുകളും എല്ലാ കാര്യങ്ങളും, കുടിക്കാൻ ജ്യൂസുകൾ, ഡ്രിങ്ക് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീടും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാനും എമ്മിക്കുട്ടനും കുഞ്ഞാണിയാക്കി ഇതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ജോലി തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു റിലാക്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് പോകുന്നത് വലിയൊരു ആശ്വാസമായിട്ടാണ് ഇപ്പോൾ തോന്നിയത്. SIRൻ്റെ വർക്കായിട്ട് നല്ല തലവേദനയായിരുന്നു, ഒരു ഒഴിവില്ലായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. SIR ഇനി എവിടെ എത്തിയിട്ടില്ല. ഈ ജനുവരി 22 വരെ ഞങ്ങൾക്ക് SIR നീട്ടിയിട്ടുണ്ട്. അതിൻ്റെ വർക്കാണ്, ഭയങ്കര ടെൻഷനാണ്. ജോലിയും തന്നെ അതുപോലെ ഇരട്ടിപ്പ് ജോലികളുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ ഇടയിൽ നിന്നും ചെറിയൊരു റിലാക്സ്. അപ്പോൾ ഇത് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ ഒരു ഹൗസ് വാമിങ് വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ 5 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ പോകുന്നതിന് ശേഷമാണ് ഇവിടെ എത്തിയപ്പോൾ ഒരു 5 മണി 5:30 ആയിട്ടോ. അപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭക്ഷണമൊക്കെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. എമ്മിക്കുട്ടൻ ഒറ്റയ്ക്ക് വാരി കഴിക്കാമെന്ന് പറഞ്ഞു. എമ്മിക്കുട്ടൻ ഒറ്റയ്ക്കാണ് കേട്ടോ കഴിക്കണത്. അപ്പോൾ ഞാൻ വാരി കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എമ്മിക്കുട്ടൻ ഒറ്റയ്ക്ക് വാരി കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു റൈസ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അധികമൊന്നും ഭക്ഷണമൊന്നും എടുത്തിട്ടില്ല. കുറച്ച് ചിക്കൻ അല്ല ബീഫ് വരട്ടും, പിന്നെ ഈ ഫ്രൈഡ് റൈസ്ക്കുള്ള എന്താ പറയുക ചിക്കൻ കുറുമ ഉണ്ടായിരുന്നു. അതും. ഇതാണ് അടിപൊളി വീട് എന്ന് പറയുന്നത് കേട്ടോ. അടിപൊളി ഒരു കൊട്ടാരം പോലുള്ളൊരു സൂപ്പർ സ്വപ്ന വീട് എന്നൊക്കെ പറയില്ല, അങ്ങനെയുള്ളൊരു വീടായിരുന്നു. മാഷാ അല്ലാഹ്. ഇതിൽ അവർക്ക് അവരുടെ ഫാമിലിക്ക് ഒരുപാട് കാലം സമാധാനത്തോടും സന്തോഷത്തോടും എല്ലാ സുഖത്തോടും കൂടിയിട്ട് ജീവിക്കാൻ പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. നല്ലൊരു എന്താ പറയുക ഒരു ഏരിയ എനിക്കിഷ്ടമായിട്ട്. ഇവിടെ അടിപൊളി സ്ഥലമായിരുന്നു. ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ മുതലാളിയാണ്, അവർ മാഷാണ് കേട്ടോ, ഗവൺമെൻറ് മാഷാണ്. വൈഫും ടീച്ചറാണ്, രണ്ടാളും ടീച്ചർമാരാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ടാറ്റാ.